സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രണയ സരോവര തീരം ഇതിന്റെ അനുപല്ലവി നോക്കാം നമുക്ക്. അവളൊരു ഗഗപപ, അവളൊരു ഗഗപപ, അവളൊരു മോഹിനി പാദപ, മോഹിനി പാദപ, മോഹിനിയായിരുന്നു. ദൈവതം അഴകിന്റെ അടുത്തത് അഴകിന്റെ ദേവത പാദപ, ദേവത ദാ ചെറുത് വരും കേട്ടോ. പാദപ അഴകിന്റെ ദേവതയായിരുന്നു. അതും ദൈവം ആ ചെറിയതാ. അപ്പൊ ഒന്നും കൂടി. അവളൊരു മോഹിനിയായിരുന്നു, അഴകിന്റെ ദേവതയായിരുന്നു. മനസ്സിലായല്ലോ? സ്വരം വേണോ? ഒന്നുകൂടി വേണോ? ഇവിടെ വീടിന്റെ ഒരു പണി ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം വരുന്നുണ്ട്, നമുക്കൊരു ഡിസ്റ്റർബ് ആണ്. അവളൊരു മോഹിനി ഗഗപപ പാദപ ദ ഹൈഫൺ ദ പിന്നെ ദ 3 ഹൈഫൺ അതിനാ വരുന്നത്. അപ്പൊ വലിയതാ. അവളൊരു മോഹിനിയായിരുന്നു, അഴകിന്റെ ഗഗപപ ദേവത പാദപ. ഒക്കെ സെയിം ആണ്, പക്ഷെ സ്വരം ആ ദൈവതം ചെറുതായിരിക്കും. അഴകിന്റെ ദേവതയായിരുന്നു, ചെറിയതായാണ്. അടുത്തത് അധരങ്ങളിൽ അധരങ്ങ പപദസ പപദസ അധരങ്ങ പപദസ അധരങ്ങളിൽ ദസ സാരി സ ദദപ ദസ സാരി സ സദദപ ലിൽ ദസ സാരി സ ദദപ ലിൽ. അടുത്തത് നയനങ്ങ സെയിം സ്വരം പപദസ നയനങ്ങളിൽ ദസ സാരി സ ദദപ ദസ സാരി സ ദദപ ഒറ്റ പ്രാവശ്യം പാടിത്തരാം. സ്വരം കറക്റ്റ് കിട്ടിയല്ലോ. ആധരങ്ങളിൽ നയനങ്ങളിൽ. അടുത്തത് അശ്വതി പാരിരിസ അശ്വതി പാരിരിസ പാരിരി അശ്വതി പാരിരിസ അശ്വതി പാരിരിസ അശ്വതി. പൂവുകൾ സഗരിക സസ പൂവുകൾ. അശ്വതി അശ്വതി പൂവുകൾ സഗരിക സസ സഗരിക സസ സാഗരിക സസ സാഗരിക സസ. അശ്വതി പാരിരിസ പാരിരിസ അശ്വതി പൂവുകൾ പൂവുകൾ സഗരിക സസ സഗരിക സസ. മനസ്സിലായോ? പൂവുകൾ പൂത്തിരുന്നു. സാ അവിടെ സാ സ സ സ പൂത്തിരുന്നു. സാ സ സ സ
ശ്രുതി പൂവുകൾ പൂത്തിരുന്നു. അടുത്തത് മോഹമായി മോഹ സരിസ മോഹമായി സരിസ ദാദ മോഹമായി സരിസ ദാദ ആത്മാ ധാധ ദാദ തന്നെ സരിസ ദാദ ദാദ മോഹമായി ആത്മാ ദാഹമായി. അവിടെ ചെറിയ സ്വരം ദൈവതം ആത്മാ ദാഹ സദരീസ 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 ആത്മാ ദാഹമായി ദാദ സദരീസ ദാദ ആത്മാ ദാഹമായി സദരീസ ദാദ ആത്മാ ദാഹമായി സദരീസ ദാദ സദരീസ സദരീസ ദാദ. ചെറിയ ദൈവതാണ് ആത്മാ ആത്മാ ദാഹമായി സദരീസ ദാദ. അപ്പൊ ഒന്നുകൂടി മോഹമായി ആത്മാ ദാഹമായി. ഓക്കെ. ഓർമ്മ ഓർമ്മയെ സാധപ 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 ഓർമ്മയെ ഓർമ്മയിലവളിന്നു ഗഗഗാഗരി ഗഗഗാഗരി ഗഗ അവളിന്നു സാധപ ഓർമ്മയിലവളിന്നു സാധപ ഗഗഗാഗരി ഓർമ്മയിലവളിന്നു ജീവിക്കുന്നു ശാരീരിക ജീവിക്കുന്നു ശാരീരിക. അപ്പൊ ഓർമ്മയെ സാധപ ഓർമ്മയിലവളിന്നു ഗഗഗാഗരി ജീവിക്കുന്നു ശാരീരിക ഓർമ്മയിലവളിന്നു ജീവിക്കുന്നു. സ്വാമി ജലദോഷവും മുക്കടുപ്പം എല്ലാം ആണ്. എന്നാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പണിയാണ്. അവിടെ നിങ്ങൾ ഇവർ ഗ്രൈൻഡറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ ശബ്ദമുണ്ട്. പക്ഷെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തിരിക്കണം. അപ്പം അതിൻ്റെ ഒക്കെ ഡിസ്റ്റർബൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യാണ്. മനസ്സിലായില്ലേ? വിടരുത്, വിട്ടുകൊടുക്കരുത്. നമ്മൾ ഒരു സാത്താൻ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അതിനെ ദൈവത്തിനെ കൂടുതലായിട്ട് നമ്മൾ ധ്യാനിച്ച് മെഡിറ്റേഷൻ ചെയ്ത് 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 ആ ശബ്ദം വരുന്നുണ്ട് ചെയ്തിട്ട് ഈ സാത്താൻ നമ്മൾ പുറകോട്ട് പോകണം, തട്ടി മാറ്റണം. മനസ്സിലായില്ലേ? എന്തും വരുന്നിട്ട് വെച്ച് കാണാം. അപ്പം നല്ല രീതിയിൽ പുഞ്ചിരിയോടെ എല്ലാവരോടും ബിഹേവ് ചെയ്ത് ജീവിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശരി.